സോ പണിഷർ ദ വൺ ലാസ്റ്റ് കിൽ സ്പൈഡർമാന്റെ ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നുള്ള പണിഷറിന്റെ ഒരു ലാസ്റ്റ് ആൻഡ് കറന്റ് അപ്ഡേറ്റ് ഫ്രം മാർവൽ യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മാർവൽ സ്പെഷ്യൽ പ്രസന്റേഷനെ പറയാം. ഇതൊരു സീരീസ് അല്ല എന്നൊരു സിനിമയല്ല. മാർവൽ ഇതിനു മുമ്പും വെയർവോൾഫ് ബൈ നൈറ്റ് എന്ന പേരിലൊക്കെ ഒരു സ്പെഷ്യൽ പ്രസന്റേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു സിംഗിൾ ഷോട്ട് എപ്പിസോഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പണിഷറിന്റെ ഇതുവരെയുള്ള കഥയുടെ ആകെ ഒരു ബാക്കിയായിട്ട് നടക്കുന്ന ചില സംഭവങ്ങളാണ് ഈ ഒരു സ്പെഷ്യൽ പ്രസന്റേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റൈറ്റ് ആഫ്റ്റർ ആയിരിക്കും ഇനി നിങ്ങൾ പണിഷറിനെ ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാന്റെ കൂടെ ഒക്കെ കാണാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം പണിഷർ ദ വൺ ലാസ്റ്റ് കില്ലിന്റെ എക്സ്പ്ലനേഷൻ. വെൽക്കം ടു ബിയോണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലായിട്ട് കുറച്ച് പേര് ഡെയർ ഡെവിൾ യൂണിവേഴ്സ്, പണിഷർ, ഡിഫൻഡേഴ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പണിഷറിന്റെ ഈ ഒരു കഥ ആ ഒരു രീതിയിൽ തന്നെയാണ് പറയേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബ്രാൻഡ് ന്യൂടെ ഇറങ്ങാനായി. അതുകൊണ്ട് തന്നെ റിലീസിന്റെ മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. എന്തൊക്കെയായാലും ഡെയർ ഡെവിളിന്റെ യൂണിവേഴ്സ് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അത്യാവശ്യം വലിയൊരു യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള എഫേർട്ട് അതിന് ഇടേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ റെസ്പോൺസ് പോലെ ഞാൻ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് പണിഷറിന്റെ ഇതുവരെയുള്ള കഥ ഒന്ന് പറഞ്ഞു പോവാൻ. ഡീറ്റെയിൽ ആയിട്ടല്ല, സിമ്പിൾ ആയിട്ട് ഓൾറെഡി കണ്ടവർക്കൊന്ന് ഓർമ്മ പുതുക്കാനും ഇതുവരെ കാണാത്തവർക്ക് ജസ്റ്റ് ഒരു ക്വിക്ക് ഐഡിയ കിട്ടാനും. ഡെയർ ഡെവിൾ സീസൺ 2 ആദ്യമായിട്ട് പണിഷർ ഈ ഒരു യൂണിവേഴ്സിലേക്ക് കടന്നു വരുന്നത്. അതിൽ അഫ്ഗാനിസ്ഥാനിൽ US ആർമിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഫ്രാങ്ക് കാസിൽ, നമ്മുടെ പണിഷർ, അയാളുടെ ഭാര്യയായിട്ടുള്ള മരിയയും 2 ചെറിയ മക്കളും ന്യൂയോർക്കിലെ ഒരു പോലീസ് വേഴ്സസ് ക്രിമിനൽ ഗ്യാങ് വാറിന്റെ ഇടയിൽപ്പെട്ട് തന്റെ കൺമുന്നിൽ തന്നെ മരിച്ചു പോയതും തന്റെ മക്കൾ മരിച്ചു എന്നിട്ടും മരിക്കേണ്ടിരുന്ന ക്രിമിനൽസ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ദേഷ്യത്തിലൊക്കെയാണ് പണിഷറായിട്ട് മാറുന്നത്. ലൈഫിലെല്ലാം നഷ്ടപ്പെട്ട അയാൾ പിന്നീട് എല്ലാ ക്രിമിനൽ ഗ്യാങ്സിനെയും, വിച്ച് ഇൻക്ലൂഡ്സ് ഡോഗ്സ് ഓഫ് ഹെൽസ്, കിച്ചൺ ഐറിഷ്, മെക്സിക്കൻ കാർട്ടൽസ്, ഇവരൊക്കെ ഡെയർ ഡെവിളിന്റെ ഹെൽസ് കിച്ചണിൽ ഉണ്ടായിരുന്നവരാണ്. ഇവരൊക്കെ ഫിനിഷ് ചെയ്യുന്നതും പിന്നെ ഡെയർ ഡെവിൾ ആയിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നതും അവസാനം പിടിയിലാവുന്നതൊക്കെ കണ്ടു. ഇതിന്റെയൊക്കെ ശേഷം ഇയാളുടെ ഒരു കഥ മനസ്സിലാക്കിയപ്പോൾ ഡെയർ ഡെവിൾ നമ്മുടെ മാത്യു മേർഡോക്ക് എന്ന രീതിയിൽ പണിഷറിന്റെ തന്നെ ലോയർ ആയിട്ട് വരുന്നതും അവസാനം പണിഷർ ജയിലിൽ പോകുന്നതും അവിടെ നേരത്തെ ഡെയർ ഡെവിൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്ന വിൽസൺ ഫിസ്ക് പണിഷറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പിന്നീട് പണിഷറിനെ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ കണ്ടു. പിന്നെ ഫിസ്ക് കൊടുത്ത ഇൻഫോർമേഷൻ പ്രകാരം ഈ ക്രിമിനൽ ഗ്യാങ്സിനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇതൊക്കെ നടത്തിയത് ഇതേ ഫ്രാങ്ക് കാസിലിന്റെ US ആർമിയിൽ ഉണ്ടായിരുന്ന റേസ് കൂണോവർ അഥവാ ബ്ലാക്ക് സ്മിത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന US മറൈൻ കോപ്സിന്റെ കൊളോണലാണെന്നൊക്കെ ഫ്രാങ്ക് തിരിച്ചറിയാണ്. പിന്നെ അയാളെ തട്ടിയ ശേഷം പണിഷർ ഒളിവിൽ പോയിട്ട് വേറൊരു പേരിൽ തന്റെ പ്രതികാരമൊക്കെ തീർന്നു എന്ന് കരുതി ജീവിക്കുന്നു. സിംപിളി ഇത്രയാണ് ഡെയർ ഡെവിൾ സീസൺ 2 ഫ്രാങ്ക് കാസിലിന് സംഭവിക്കുന്നത്. ഇതിന്റെ ശേഷമാണ് പിന്നെ മാർവല് ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിഷറിന് 2 സീസണുള്ള ഒരു സീരീസ് ഒക്കെ കൊടുക്കുന്നത്. അതിൽ 2ലുമായിട്ട് തന്റെ ഫാമിലി മരിച്ചത് അങ്ങനെ വെറുതെ ഒരു ഗ്യാങ് വാറിന്റെ ഇടയിലല്ല, ഇതിന്റെ പിന്നിൽ വലിയ വലിയ കളികളൊക്കെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അതിൽ തന്നെ അയാളുടെ സ്വന്തം US ആർമിയിൽ ഉണ്ടായിരുന്ന കൊളോണൽസിനും ബെസ്റ്റ് ഫ്രണ്ടിനൊക്കെ റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മുഴുവൻ ഫിനിഷ് ചെയ്യുന്നതൊക്കെയാണ്. പറഞ്ഞപ്പോൾ വേഗം കഴിഞ്ഞു എന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സീരീസിൽ വേറെ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ റിവീൽ ആവുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ പണിഷർ ദ വൺ ലാസ്റ്റ് കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ പണിഷറിന്റെ സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പണിഷർ സീസൺ 2 ശേഷം ഡെയർ ഡെവിൾ ബോൺ അഗെയിനിലാണ് പണിഷർ വീണ്ടും വരുന്നത്. അപ്പോഴേക്കും ഇങ്ങേർക്ക് ഒരുപാട് മെന്റലി ബാലൻസ് തെറ്റിയ അവസ്ഥയിലാണ്. കാരണം ഈ ഒരു ടൈമിലൊക്കെ അയാൾ എല്ലാ ബാക്കിയുള്ള ക്രിമിനൽ ഗ്യാങ്സിനെയും തീർത്തോണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി ഒരു നോർമൽ ലൈഫ് ജീവിക്കാന്നൊക്കെ വെച്ച് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പണിഷർ സീരീസിൽ. പക്ഷെ ഓരോ ഉറക്കത്തിൽ ഇപ്പോഴും അയാളുടെ ഫാമിലി മരിച്ചത് അയാളുടെ തെറ്റാണെന്നുള്ള ഒരു അലട്ടല് പണിഷറിനെ വേട്ടയാടുന്നുണ്ട്. മാത്രമല്ല ഇങ്ങേർക്കാണെങ്കിൽ ഈ ഒരു വയലൻസ് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു റിയാലിറ്റി, തന്റെ പിന്നിൽ എപ്പോഴും ഡേഞ്ചർ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ ഉണ്ട്. എനിവേ ഡെയർ ഡെവിൾ ബോൺ അഗെയിനിൽ പണിഷർ ഡെയർ ഡെവിളിനെ സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് വിൽസൺ ഫിസ്കിന്റെ ആർമി പിടിച്ചൊരു കൂട്ടിലിടുന്നുണ്ട്. കൂടെന്നൊക്കെ വെച്ച ആന്റി വിജിലന്റ് പ്രിസൺ. പിന്നെ അവിടെ നിന്ന് ഊരി പോരുന്നുണ്ട്. പിന്നെ പണിഷറിനെ അവിടെ കാണിക്കുന്നില്ല. ഇതിന്റെ ശേഷമാണ് നമ്മുടെ പണിഷർ ദ വൺ ലാസ്റ്റ് കില്ല് നടക്കുന്നത്. സോ ഇനി നമുക്ക് ഫൈനലി കഥയിലേക്ക് പോവാം. അപ്പോ ന്യൂയോർക്കിൽ നിന്ന് ഫിസ്കിന്റെ പിടിയിൽ ഊരി പോകുന്ന പണിഷർ പിന്നെ ജീവിക്കുന്നത് ലിറ്റിൽ സിസിലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെയുള്ള അങ്ങേരുടെ ഒരു പഴയ സേഫ് ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ചുമരിലുള്ള വർക്ക് കണ്ടാൽ അറിയാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി പണിഷർ അയാളുടെ ലക്ഷ്യം തീർത്തിട്ടുണ്ട്. തന്റെ ഫാമിലിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള അവസാനത്തെ ക്രിമിനൽ ഗ്യാങ്സ് ആയിട്ടുള്ള ഗ്നൂച്ചി ക്രൈം ഫാമിലിയും കൂടി ഫിനിഷ് ചെയ്തിട്ട് ഇപ്പൊ ഒരു പർപ്പസ് ഇല്ലാതെ ജീവിക്കുകയാണ് പണിഷർ. എന്നാൽ നേരത്തെ പറഞ്ഞ ആ ഒരു മെന്റൽ ഇംബാലൻസ്, ഒരുപാട് മെന്റൽ ട്രോമകളിലൂടെ കടന്നു പോയതിന്റെ ആ ഒരു എഫക്റ്റ് ആയിട്ട് PTSD ആണ് ഇപ്പൊ പണിഷറിന്. ഓൾസോ ഈ ഒരു സ്ഥലം ലിറ്റിൽ സിസിലി മൊത്തം ഒരു കെയോസിലാണ്. അവിടുത്തെ പവറിലായിട്ടുണ്ടായിരുന്ന ന്യൂച്ചി ക്രൈം ഫാമിലി പണിഷർ തീർത്തതുകൊണ്ട് ഇപ്പൊ ഇവിടെ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം ന്യൂച്ചീസ് പോയപ്പോ എല്ലാമാരും പവർ കയ്യിലാക്കാൻ വേണ്ടി ഓടി നടന്ന അക്രമമാണ്.
ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ വയ്യ. ഒരു പാവ അപ്പാപ്പൻ തന്റെ നായക്കുട്ടിയെ കൊണ്ട് ഫുഡ് കൊടുക്കാൻ ഇറങ്ങിയപ്പോ കുറെ ചെക്കന്മാർ വന്ന് അയാളെയും തല്ലി ആ നായക്കുട്ടിയും കൊല്ലുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു അരക്ഷിതാവസ്ഥയാണ് മൊത്തത്തിൽ. എന്നാൽ ഇതേ സമയം പണിഷർ അയാളുടെ മെന്റൽ ഇഷ്യൂസ് ആയിട്ട് പോരടിക്കുകയാണ്. പഴയ ആർമിയിലെ ഫ്രണ്ട്സും പിന്നെ പണിഷർ സീരീസിൽ സ്ഥിരം കാണിക്കാറുണ്ടായിരുന്ന കേർട്ടിസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടും ഇവരൊക്കെ അയാളോട് ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഫ്രാങ്കിന്റെ ഹലോസിനേഷൻ ആണ്. PTSD ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോ. ഫ്രാങ്ക് ഈവൻ സ്വന്തം ബോഡി തന്നെ കുത്തി വേദനിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ഫ്രാങ്ക് അങ്ങനെ ഒരു ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് തന്റെ തോക്കും സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടിയ ചാവിയായിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തെ ഫ്ളാറ്റിൽ ഒരു ഫാമിലിയെ കാണാം. ഫ്രാങ്കിന് സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഈ ഒരു സീനിൽ ക്ലിയർ ആണ്. പുറത്തോടെ ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഫ്രാങ്ക് സിറ്റിയുടെ ഒരു അവസ്ഥയൊക്കെ കാണുന്നത്. എന്നാൽ ഒന്നിലും ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുന്നില്ല. കാരണം തന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നുള്ള ഒരു മൈൻഡിലാണ് ഇപ്പോൾ ആളുള്ളത്. അങ്ങനെ നേരെ പോകുന്നത് ഒരു ഷോപ്പിലേക്കാണ്. അവിടെ ഓണർ ഒരു അച്ഛനും മകള് ചാർലി എന്ന് പറയുന്ന ഒരു കുട്ടീനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ടൗണിൽ ആകെ തലയ്ക്ക് സ്ഥിരതയുള്ള കുറച്ച് പേരായിട്ടാണ് ഇവരെ തോന്നുന്നത്. ഫ്രാങ്ക് അവിടെ നിൽക്കുമ്പോൾ ആ ഒരു കുട്ടി അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടിവിയിൽ ന്യൂച്ചി ഫാമിലിയെ മൊത്തം തീർത്തത് ഫ്രാങ്ക് ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഫ്രാങ്ക് പിന്നെ നേരെ പോകുന്നത് അങ്ങേര് എപ്പോഴും പോകുന്ന തന്റെ ഭാര്യയുടെയും മക്കളുടെ ഒക്കെ കല്ലറുള്ള ആ ഒരു സെമിത്തേരിയിലേക്കാണ്. അവിടെ ചെന്നിരുന്ന് മകളെ പറ്റി ആലോചിക്കുകയും അവളോട് വിഷമങ്ങളൊക്കെ പറയുകയും ആരും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ വയ്യ എന്നുള്ള ഫ്രാങ്കിന്റെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് അവിടെ കാണാം. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, എനിക്ക് എന്റെ ലൈഫും അടുത്തു, ഇനി മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രാങ്ക് കത്തിയെടുത്ത് കഴുത്തിൽ വെക്കുമ്പോൾ അയാൾ വീണ്ടും തന്റെ മകളെയും ഫാമിലിയും അവരുടെ ആ ഒരു മെമ്മറീസ് ഒക്കെ ഹാലോസിനേറ്റ് ചെയ്യാണ്. ടോട്ടലി മെസ്ഡപ്പ് ആയി കിടക്കുന്ന ലൈഫിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത മെന്റലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫ്രാങ്കിനെയാണ്, അല്ലാതെ പഴയ ഒരു ബിഗ് ബാഡ് പണിഷറിനെ അല്ല നമ്മളിവിടെ കാണുന്നത്. ആ ഒരു മെമ്മറീസ് കണ്ണിന്റെ മുന്നിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ അവിടുന്ന് ഇറങ്ങി നടക്കുന്ന ഫ്രാങ്ക് പിന്നെ വീണ്ടും കേർട്ടിസിനെയും പിന്നെ തന്നെ ഹാലോസിനേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് റിയാലിറ്റി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഫ്രാങ്ക് ഉള്ളത്. അങ്ങനെ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോഴാണ് ഒരു വീൽ ചെയറിൽ എത്തിയ ഒരു ലേഡി പണിഷറിനെ കാണാൻ വരുന്നത്. ഇവർക്ക് പണിഷർ ആരാണ് എന്താണെന്നൊക്കെ അറിയാം. അവരൊരു ഹെൽപ്പ് വേണം എന്നുള്ള രീതിയിലാണ് ഫ്രാങ്കിനോട് സംസാരിച്ച് തുടങ്ങുന്നത്. എന്നാൽ ഇവർ ആക്ച്വലി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവരാണ് മാഗ് നൂച്ചി, ഫ്രാങ്ക് തീർത്ത നൂച്ചി ഫാമിലിയിലെ ആകെ ബാക്കിയുള്ള മെമ്പർ. അവര് ഫ്രാങ്കിനോട് അവൻ തീർത്ത ഓരോരുത്തരെയും കുറിച്ച് പറയാണ്. ഫസ്റ്റ് അവരുടെ ഭർത്താവായിട്ടുള്ള ബെന്നി നൂച്ചി. ഇയാളൊരു വുമണൈസർ, ഒരു അലമ്പ് ഗാങ്സ്റ്റർ ഒക്കെയാണെന്ന് നമുക്ക് കണ്ടാലേ അറിയാം. അയാളുടെ ഒരു ലൈൻ ഓഫ് വർക്ക് വെച്ചിട്ട് ഇത് ഞാൻ പണ്ടേ പ്രതീക്ഷിച്ചിരുന്നു എന്ന് അവരെന്നെ പറയുന്നുണ്ട്. രണ്ടാമത് ബോബി, അവരുടെ മൂത്ത മകൻ. അവനൊരു പോലീസ് ഓഫീസർ ആയിരുന്നു, അവനീ നീ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ഈ ഒരു ബോബി അത്ര വെടിപ്പല്ലായിരുന്നു. പിന്നുള്ളത് എഡി, അവരുടെ രണ്ടാമത്തെ മകൻ. അയാൾ ഒരു ഗാങ്സ്റ്റർ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു ഫാമിലി ഒക്കെ ഉള്ളവനായിരുന്നു. ആ ഫാമിലിയുടെ മുന്നിൽ ഇട്ടിട്ടാണ് ഫ്രാങ്ക് അവനെ തീർത്തത്. ഫൈനലി ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇളയ മകൻ കാർലോ. ആക്ച്വലി അവൻ ഒരു മാന്യനായിരുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പറയാൻ മാത്രം തെറ്റൊന്നും ചെയ്യാത്ത ആള്. അവനെയും പണിഷർ കാറിന്ന് വലിച്ചിട്ടിട്ട് കൊല്ലുന്നുണ്ട്, അതും ഇവരുടെ മുന്നിലിട്ട്. ആക്ച്വലി ഇവൻ മരിച്ചതിലാണ് അവർക്ക് ഇത്രയും വിഷമം. 647 എന്ന് പറയുന്ന ഒരു സമയത്തിലാണ് അത് സംഭവിച്ചത്. ആ ഒരു സമയം ഞാൻ ഒരു കാലത്തും മറക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അതേ നേരമാകുമ്പോൾ നീയും ചാവുന്ന ദേഷ്യത്തിൽ ഈ പെണ്ണുമ്പുള്ള ഫ്രാങ്കിനോട് പറയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഇവർ ഫ്രാങ്കിന്റെ തലയ്ക്ക് ഒരു ബൗണ്ടി വെച്ചിട്ടുണ്ട്. കഥ കേട്ട് വരുമ്പോൾ മേ ബി ഇവർ ഒരു പ്രതികാരം അർഹിക്കുന്നുണ്ട്. പക്ഷെ പണിഷറിനെ നമുക്കറിയാലോ, ഇതിലും വലുത് വന്നിട്ട് പുള്ളി അനങ്ങിയിട്ടില്ല. എന്തൊക്കെയായാലും ഇതും പറഞ്ഞ് അവര് പോയി. ഫ്രാങ്ക് നോക്കുമ്പോൾ കൊല്ലാൻ റെഡി ആയിട്ട് കുറെ പേര് ബിൽഡിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ച് റൂമിൽ എത്തിയ ഫ്രാങ്ക് നമ്മുടെ കാരൻ പേജിനൊക്കെ ഹാലോസിനേറ്റ് ചെയ്യുന്നുണ്ട്. പറയാൻ മറന്നു, പണിഷർ സീരീസിൽ ഇതിന്റെ മുന്നേ ഫ്രാങ്കും കാരൻ പേജും തമ്മിൽ ഒരു കണക്ഷനൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫ്രാങ്ക് ഇവളെ ഹാലോസിനേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയായാലും അതിന്നൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേനും ടൈം 6:47 ആയിട്ടുണ്ട്. ഫ്രാങ്കിനെ തപ്പി പുറത്ത് എല്ലാ അപ്പാർട്ട്മെന്റിലും കയറി ഇറങ്ങി നടക്കുകയാണ് ബൗണ്ടി ഹണ്ടേഴ്സ്. നോക്കുമ്പോ അപ്പുറത്തെ റൂമിലെ ആ ഒരു അമ്മയും കുട്ടിയൊക്കെ അവന്മാർ ഉപദ്രവിക്കുന്നുണ്ട്. ഫ്രാങ്കിന്റെ റൂമിലേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നുമുണ്ട്. പണിഷർ ഒരു സെക്കൻഡ് ശ്വാസം എടുത്ത് നിൽക്കുന്നതും കണ്ട് കാലിന് തീ പിടിച്ച് കയറുന്നതും കണ്ടു. പിന്നെ അങ്ങോട്ട് കണ്ടത് പഴയ പണിഷറിന്റെ ആറാട്ടാണ്. ആ ഒരു അമ്മയും മോനെയും രക്ഷിച്ചു, കൊല്ലം വന്നവരെ മുഴുവൻ ഓടിച്ചിട്ട് തീർത്തു. ഇതിന്റെ ഇടയിൽ പണിഷറിനെ ഒരുത്തനെടുത്ത് താഴോട്ട് എറിയുന്ന ഒരു സീനുണ്ട്. ഇതിലാകെ അലമ്പായിട്ട് തോന്നിയ ഒരു സീൻ അത് മാത്രമായിരുന്നു. കാരണം അത് കണ്ടാൽ അറിയാം ഒരു പെർഫെക്റ്റ് CGI ആണ്. എനിവേ മാ നൂച്ചി താഴെ റോട്ടിലിരുന്നതൊക്കെ കാണുന്നുണ്ട്. പിന്നെയുള്ള ഒരു സീനിൽ പണിഷർ ഒരു 4-5 നില കെട്ടിടത്തുനിന്ന് താഴത്തേക്ക് ചാടി വീഴുന്നുണ്ട്. ഈ മനുഷ്യനെ എല്ലാം നൊടിയില്ലേ. താഴെ റോട്ടിൽ മുഴുവൻ കൂട്ടത്തല്ലാണ്. ഫ്രാങ്ക് മാഗ്നൂച്ചിയെ തീർക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് നീങ്ങുമ്പോഴാണ് നേരത്തെ കണ്ട ആ ഒരു ഷോപ്പിൽ അച്ഛനെയും മോളെയൊക്കെ ഏതൊക്കെ അവന്മാർ ഉപദ്രവിക്കുന്നത് കാണുന്നത്. നൂച്ചി അമ്മമ്മയാണെങ്കിൽ പണി വാളിന്ന് മനസ്സിലാക്കിയിട്ട് രക്ഷപ്പെടുന്നുണ്ട്. പണിഷർ പിന്നെ അവരെ വിട്ട് മറ്റവരെ രക്ഷിക്കാൻ പോയി. അങ്ങനെ കുറച്ചു നേരത്തെ അറഞ്ചും പുറഞ്ചും അടിയും ചോരക്കളിയൊക്കെ കഴിഞ്ഞ് ഫ്രാങ്ക് അവരെ രക്ഷിച്ചു. പിന്നെ ഈ ഒരു ഫൈറ്റ് ഒക്കെ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. നമുക്കതൊരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കാണിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിന്റെ ശേഷം ആ ഒരു കുട്ടി ചാർലി പണിഷറിനെ കെട്ടിപ്പിടിച്ച് അവൾ ഉണ്ടാക്കിയ ഒരു സാധനം ഒരു നന്ദി പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഫ്രാങ്കിന് ആ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് അയാളുടെ മോളെ തന്നെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഫ്രാങ്ക് ഇറങ്ങി നടന്ന് പോയത് അങ്ങോട്ടേക്ക് തന്നെയാണ്, മകളുടെ കല്ലറയുള്ള ആ ഒരു സെമിത്തേരിയിലേക്ക്. അവിടെ ചെന്ന് ആ ഒരു കുട്ടി കൊടുത്ത സാധനം ആ ഒരു കല്ലറയിൽ വെച്ചു. എന്നിട്ട് പണിഷർ, ഞാൻ ഇന്നൊരു കുട്ടിയെ കണ്ടു, നിന്നെ ഓർമ്മ വന്നു, ചിലപ്പോ നീ ഇപ്പോഴും എന്റെ കൂടെ ഉള്ളതുപോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടെ കിടക്കുന്ന ഒരു കീ എടുക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, തുടക്കത്തിൽ ഫ്രാങ്ക് തന്നെ അവിടെ കൊടുന്നു വെച്ച ആ ഒരു തോക്കുകളൊക്കെ വെച്ച് പൂട്ടിയ ബാഗിന്റെ കീ. അതും എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഞാൻ മൂവ് ഓൺ ചെയ്യണം, ഇത് തന്നെയാണ് എന്റെ
ലൈഫ്, ഇതിലിനി ഒരു നോർമാലിറ്റി ഒന്നുമില്ല, ഞാൻ തന്നെയാണ് പണിഷർ ഇനി മരിക്കുന്നത് വരെ എന്നൊക്കെ ഫ്രാങ്ക് റിയലൈസ് ചെയ്യാണ്. ഈ ഒരു സീനിൽ ഫ്രാങ്ക് വീണ്ടും പണിഷറായിട്ട് തുടരാൻ പോവുകയാണ്, കഴിഞ്ഞെന്നൊക്കെ മൂവ് ഓൺ ചെയ്യാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള പണിഷറിന്റെ മന്ത്രവും ചൊല്ലുന്നുണ്ട്. അയാളുടെ മകളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൾ എപ്പോഴും പാടി നടന്നിരുന്ന ആ ഒരു പോയം പണിഷർ ഓരോ കില്ലിന്റെ മുമ്പും ചൊല്ലിയിരുന്നത് 1 batch 2 batch പെന്നി ആൻഡ് ടൈം. പിറ്റേ ദിവസം ലിറ്റിൽ സിസിലിയിൽ രാവിലെ വെറുതെ നടക്കുകയായിരുന്ന ഒരു കപ്പിളിനെ തല്ലാൻ പോകുന്ന ഒരുത്തനെ കാണിക്കുന്നുണ്ട്. അവൻ വേറെ ആരുമല്ല, നമ്മൾ ആ ഫസ്റ്റ് കണ്ട അപ്പാപ്പന്റെ പട്ടിക്കുട്ടിയെ കൊന്നവൻ. അവനെ പണിഷർ പഞ്ഞിക്കിടുന്നുണ്ട്, അതും ഫുൾ സ്യൂട്ടിൽ വന്നിട്ട്. അപ്പൊ അത് കണ്ടോണ്ട് നിന്ന ആ ഒരു അപ്പാപ്പൻ പണിഷറിനോട് അവൻ എന്റെ നായക്കുട്ടിയെ കൊന്നവനാണെന്ന് പറയുമ്പോൾ അവന്റെ തല നോക്കി ഒരു ഷോട്ട് ഫയർ ചെയ്യുന്ന ബിഗ് ബാഡ് പണിഷറിനെ കാണിച്ചിട്ടാണ് ഈ ഒരു മാർവൽ സ്പെഷ്യൽ പ്രസന്റേഷൻ തീരുന്നത്. സോ ഇതാണ് പണിഷർ വൺ ലാസ്റ്റ് കില്ലിൽ നടന്ന കാര്യങ്ങൾ. ഇനി ഒരു ഷേവ് ഒരു ഹെയർ കട്ടൊക്കെ ചെയ്ത് പഴയ അതേ പവറിൽ തിരിച്ചു വരാൻ പോകുന്ന പണിഷറിനെ ആണ് നിങ്ങൾ ഇനി ബ്രാൻഡ് ന്യൂ ഡേയിൽ കാണാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നേരത്തെ ബ്രാൻഡ് ന്യൂ ഡേ റിലേറ്റഡ് ആയിട്ട് നമ്മൾ 2 വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. കമന്റ്സിന്റെ കാര്യം മറക്കണ്ട. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് ആൻഡ് ബൈ ബൈ ഫ്രം ബിയോണ്ട്.